കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും അതിപ്രശസ്തമായ ഒരു ദേവീക്ഷേത്രമാണ് വള്ളിയങ്കാവ് ദേവീക്ഷേത്രം. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെങ്കിലും കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തോട് മാത്രമേ ഇവിടേക്കുള്ള യാത്ര സാധ്യമാകുകയുള്ളൂ. മുണ്ടക്കയത്ത് നിന്ന് ഏകദേശം 15 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാലാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനാവുകയുള്ളൂ. ദ്വാപര യുഗത്തിൽ വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ ഇടുക്കിയിലെ പാഞ്ചാലിമേട്ടിൽ എത്തുകയും അവിടെയുള്ള ആദിവാസികൾ അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. തിരിച്ചു പാണ്ഡവർ അവരാരാധിച്ചിരുന്ന ദേവിയുടെ വിഗ്രഹം ഇവർക്ക് നൽകുകയും ചെയ്തു. തുടർന്ന് പാണ്ഡവർ നിർദ്ദേശിച്ചത് പ്രകാരമല്ലാണ്ട് അവർ കൗളി മാർഗത്തിൽ പൂജകൾ ചെയ്യുകയും ദേവി ഭദ്രയായി മാറുകയാണ് ഉണ്ടായത്. കാലാന്തരത്തിൽ ഈ ഒരു സ്ഥലം വാസയോഗ്യമല്ലാണ്ട് മാറുകയും ഇവിടുന്ന് ആളുകൾ ഒഴിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. പിന്നീട് ദേവി ഇപ്പോഴുള്ള വള്ളിയങ്കാവ് പ്രദേശത്തേക്ക് വള്ളിയിലാടി വന്ന് കുടിവും. അങ്ങനെ ആ ഒരു പ്രദേശം വള്ളിയടിക്കാവായി മാറുകയും കാലാന്തരത്തിൽ വള്ളിയങ്കാവായി മാറുകയും ചെയ്തു. ദേവി ആടി വന്ന വള്ളി പിന്നീട് വലിയൊരു ഭീകര വള്ളിക്കെട്ടായി മാറുകയാണ് ഉണ്ടായത്. ആദിവാസികൾ അവരുടെ ആചാരവിധി പ്രകാരം ദേവിയെ ആരാധിച്ചു പോന്നു. പിന്നീട് കാര്യസാധ്യത്തിനായി ഭദ്രയെ കൂടെ ആരാധിച്ചു പോന്നു. അനന്തരം ഭദ്രയുടെ ചൈതന്യവും ശക്തിയും വർദ്ധിച്ചു വന്നു. അങ്ങനെ ദേവിയോടൊപ്പം ആദിവാസികളുടെ കുലദൈവമായ കരിങ്കുറ്റിയാൻ മുപ്പനെ കൂടെ ആരാധിച്ചു വന്നു. അങ്ങനെ വർഷങ്ങളായി ആദിവാസികൾ ആരാധിച്ചു പോന്നിരുന്ന ക്ഷേത്രം വർഷങ്ങൾക്കിപ്പുറം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയും ചെയ്തു.